ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗ് ഒന്നുമല്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ലിറ്റിൽ ടോക്ക് ഫ്രം മൈ ഹാർട്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇറ്റ്സ് ജസ്റ്റ് താങ്ക് യു നോട്ട് ഫ്രം മൈ സൈഡ്. ആൻഡ് എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കുറച്ച് പേരെങ്കിലും കേൾക്കണം. ഓഫ് കോഴ്സ് നിങ്ങൾ പലരും പല കാര്യങ്ങളും എന്നോട് പറയാറില്ല, ഞാൻ അറിയാറില്ല നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമെന്ന് എനിക്കറിയാം. സോ ഐ വോണ്ട് ടു ടോക്ക് സം റാൻഡം തിങ്സ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ 500th വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. സോ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റും സ്റ്റോറിയും ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് എപ്പോഴും കിട്ടുന്ന പോലെ റെസ്പോൺസ് വളരെ കുറവായിരുന്നു. അതിൽ കുറച്ചാണിത്. താങ്ക് യു. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും താങ്ക്സ് പറയാനുണ്ട്. എസ്പെഷ്യലി ഒരു 10-15 പേരുണ്ട് എപ്പോഴും മെസ്സേജ് അയക്കുകയെ അല്ലെങ്കിൽ വിളിക്കുമ്പോഴും സജഷൻസ് പറയുന്നതും എന്താണ് നന്നായി സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇഫ് യു തിങ്ക് യു ആർ വൺ അമംഗ് ദാറ്റ്, നിങ്ങൾ അതിലുണ്ട്. ആ 10-15 പേരിൽ നിങ്ങൾ അതിലുണ്ട്. ബിക്കോസ് എനിക്ക് അത്രയും പേരെ എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാറുള്ളൂ. വേറെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല, മേ ബി ദേ ആർ സപ്പോർട്ടിങ് സൈലൻ്റ്ലി ബൈ വാച്ചിങ് മൈ വീഡിയോസ്. അങ്ങനെ വീഡിയോസൊക്കെ സ്ഥിരമായി കാണുന്ന എല്ലാവരോടും എനിക്ക് വലിയൊരു താങ്ക് യു തന്നെയാണ് പറയാനുള്ളത്. എന്നോട് പറയുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഇത് കൊള്ളാലോ, വീഡിയോ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഐ ഫീൽ ഐ എം ഡൂയിങ് വെരി ലിറ്റിൽ ഗുഡ് ജോബ്. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ബേസിക്കലി ഐ സ്റ്റാർട്ടഡ് യൂട്യൂബ് ഈ മോണറ്റൈസേഷൻ കണ്ടുകൊണ്ട് മാത്രം. ഓക്കെ, അപ്പോൾ അത് ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എത്താൻ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ പയ്യെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നു. പക്ഷേ എന്നിട്ടും ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അഗെയിൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൽ നിന്ന് നമുക്ക് ഫണ്ട് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡോളർ എത്തണം, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. സോ അതൊക്കെ നല്ല ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. അതിൻ്റെ കൂടെ എൻ്റെ മടി, ഇൻകൺസിസ്റ്റൻസി, റീച്ച് ഇല്ലായ്മ, വ്യൂസ് കുറവ്, സപ്പോർട്ട് കുറവ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ പുറകെയുണ്ട്. അപ്പോൾ ഞാനിത് മനസ്സിലാക്കിയത് കൊണ്ട് പിന്നെ ആ മോണറ്റൈസേഷൻ എന്നുള്ളത് സെക്കൻഡറി ആയി. ആൻഡ് ഫസ്റ്റ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത് എനിക്കിഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ചില മെമ്മറീസ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഡോക്യുമെൻ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുവാണ് എൻ്റെ ലൈഫിലെ ചില മേജർ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ. അത് പിന്നീട് ഞാൻ റീവാച്ച് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് റീവാച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഈ വർഷങ്ങൾ കൂടുന്തോറുമാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ഓരോ വീഡിയോയുടെയും എന്താ പറയുക ഭംഗി കൂടി വരുന്നത്. സോ അതൊക്കെ ഒരു എന്താ പറയുക സ്വീറ്റ് മെമ്മറീസ് പോലെയാണല്ലോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ 2.8K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബിൽ. എനിക്കൊരു ഗിവ് അവേ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഒരുപാട് ചാനൽസ് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടി ഗിവ് അവേ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലൊരു ജെന്യൂനിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അത് നമ്മളെ ജെന്യൂനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്കായിരിക്കണം, ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾക്കായിരിക്കണം അത് പോകേണ്ടത്. അല്ലാതെ ഒരു ഗിവ് അവേ അനൗൺസ് ചെയ്യുമ്പോൾ ഉടനെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നു, അവർക്കത് കിട്ടിയില്ലെങ്കിൽ അവർ വിട്ടിട്ട് പോകുന്നു, അങ്ങനെയല്ല. അപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കുറേ പേരുകളും കുറേ മുഖങ്ങളും ഒക്കെ ഇപ്പോൾ തന്നെ ഉണ്ട്. എന്തെങ്കിലും ഇത് യൂട്യൂബ് ചാനൽ ഹിറ്റ് ആവുകയോ ഇനിയിപ്പോൾ ആയില്ലെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു ഗിവ് അവേ പോലെ ചെയ്യണമെന്ന് എനിക്കുണ്ട്. സോ അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു പൂൾ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരാണ്. വേണമെന്ന് വെച്ചാൽ അതിൽ തന്നെ കുറച്ച് പേർക്ക് എനിക്ക് വേണമെങ്കിൽ ബിരിയാണി വാങ്ങിക്കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഗിവ് അവേ ചെയ്യണമെന്ന് എനിക്ക് ശരിക്കും ഉണ്ട്. അപ്പോൾ എന്നെ സ്ഥിരം എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എന്നെ കമൻസിൽ കൂടെ അല്ലെങ്കിൽ മെസ്സേജിൽ കൂടെയോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അറിയിക്കൂ. അല്ലെങ്കിൽ ഈ 2.8K എന്ന് പറയുന്നത് ജസ്റ്റ് നമ്പേഴ്സാണ്. ഇതിനകത്ത് എത്ര പേര് ജെന്യൂൻ ഉണ്ടെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ തന്നെ. ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ എ വെരി ബിഗ് താങ്ക് യു ഫോർ ഓൾ ഓഫ് യു ഹു വാച്ച് മൈ വീഡിയോ. പിന്നെ ഇതുപോലത്തെ ഒരു ഗിവ് അവേയുടെ കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇതുവരെ ആസ് ഓഫ് നൗ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം ഈ കൊടുക്കാനുള്ളവരുടെ 10 പേരെന്ന് വെച്ചാൽ എനിക്ക് അറിയാം ഓൾറെഡി. കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കണം. ഒരേപോലെ ഞാൻ വാല്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. അത് കൂടാതെ ഇപ്പോൾ ഈ 2.8K സബ്സ്ക്രൈബേഴ്സിൽ ആക്ച്വലി എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല ഈ 2.8ഉം എന്നെ എപ്പോഴും വാച്ച് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെന്ന്. ഐ ഡോണ്ട് തിങ്ക്. ബിക്കോസ് ഒരുപാട് ഫോളോവേഴ്സ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു റാൻഡം നോൺ മലയാളം സോങ്ങോ ഏതെങ്കിലും ഒന്ന് ഹിറ്റായി
എന്താണ് അതിൻ്റെ റീൽസിൽ കൂടെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. സോ മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട് മലയാളീസ്, അല്ലെങ്കിൽ എൻ്റെ ലാംഗ്വേജ് എൻ്റെ വീഡിയോസ് റെസനേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഫോളോ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം അനലറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എൻ്റെ വീഡിയോസ് കണ്ടിരിക്കുന്നത് നോൺ ഫോളോവേഴ്സ് ആണോ ഫോളോവേഴ്സ് ആണോ എന്ന്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ മിക്കത് നോൺ ഫോളോവേഴ്സ് ആണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ദാറ്റ് മീൻസ് ചിലപ്പോൾ അത് ഒരുപക്ഷെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ, അല്ലെങ്കിൽ റാൻഡം ആയിട്ട് എൻ്റെ വീഡിയോ ആരുടെയൊക്കെയോ ഫീഡിൽ പോകുന്നു, അവരറിയാതെ ക്ലിക്ക് ചെയ്ത് കണ്ടുപോകുന്നതായിരിക്കും. വേറൊരു റീസൺ എന്താവാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ജെന്യുവൻലി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന്. നമ്മളെ അറിയുന്ന ആൾക്കാർ എസ്പെഷ്യലി ജെന്യുവൻ സപ്പോർട്ടേഴ്സ് ആവണം എന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഫോർ എക്സാമ്പിൾ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ അഹാന കൃഷ്ണയുടെയൊക്കെ വീഡിയോസൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്, ആ ഫാമിലിയുടെ. സോ ഐ ആസ്ക് മൈ ഫ്രണ്ട്, ഡിഡ് യു സീ ദ ലേറ്റസ്റ്റ് വീഡിയോ? അപ്പോൾ ഈ കുട്ടി റിപ്ലൈ തന്നെയാണ്, ഞാൻ അങ്ങനെ കാണാറില്ല, ഞാൻ സ്കിപ്പ് അടിച്ച് വിടും. അങ്ങനെ എൻ്റെ വ്യൂ കൊണ്ടിട്ട് അവൾ രക്ഷപ്പെടണ്ട, അല്ലെങ്കിൽ എൻ്റെ വ്യൂ കാരണം അവൾക്ക് പൈസ കിട്ടണ്ട. അപ്പോൾ ഐ വാസ് ലൈക്ക്, മാൻ, അഹാന കൃഷ്ണ എവിടെ കിടക്കുന്നു? നിങ്ങളുടെ ഒരു വ്യൂ കൂടിയെന്ന് വെച്ചിട്ടോ കുറഞ്ഞെന്ന് വെച്ചിട്ടോ അവർക്ക് കിട്ടുന്ന ഫണ്ടിലോ ഒന്നും അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നു. പക്ഷെ അങ്ങനെയല്ല എന്നെ പോലത്തെ ചെറിയ ക്രിയേറ്റേഴ്സിൻ്റെ കാര്യം. ഈവൻ വൺ വ്യൂ കൗണ്ട്സ്. ഒരു വ്യൂ കൂടിയാലും കൗണ്ട് ചെയ്യും, ഒരു വ്യൂ കുറഞ്ഞാലും കൗണ്ട് ചെയ്യപ്പെടും. സോ അങ്ങനെ നമ്മുടെ സർക്കിളിൽ തന്നെ ഉള്ള ആൾക്കാർക്ക് അങ്ങനത്തെ തോട്ട്സ് ആണുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളും അവർ തമ്മിൽ വലിയ കണക്ഷൻ ഇല്ലെങ്കിൽ അവർ നമ്മളോട് ഇത് തന്നെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഇതായിരിക്കും തോട്ട്സ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് കഴിവതും നമ്മളെ അറിയുന്ന ആൾക്കാരിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്യാതിരിക്കുക എന്നാണ്. കാരണം നമ്മളെ അത്യാവശ്യം അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പല തോട്ട്സ് കാരണം, ലൈക്ക് നമ്മൾ കണ്ടിട്ട് ഇനി ഇവളങ്ങ് നന്നായി പോകണ്ട എന്നുള്ള തോട്ടൊക്കെ കാരണം പലരും സ്കിപ്പ് അടിച്ച് പോകും, അല്ലെങ്കിൽ ദേ ജസ്റ്റ് ഡോണ്ട് വാച്ച്. ഐ ഡോണ്ട് നോ അതിൻ്റെ കാര്യം എന്താണെന്ന്, പക്ഷെ ഉള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫോർ എക്സാമ്പിൾ, എൻ്റെ വീട്ടിൽ തന്നെ പറയുകയാണെങ്കിൽ മൈ ബ്രദർ നല്ല ക്രിട്ടിക്കൽ അനാലിസിസ് ഒക്കെ തരും. ലൈക്ക് ഇത് ഇങ്ങനെ ചെയ്യണമായിരുന്നു, അതിങ്ങനെ ചെയ്യണമായിരുന്നു, ഇങ്ങനെ ചെയ്താലാണ് റീച്ച് കൂടുതൽ. ഹീൽ ടെൽ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അറിയാതെ കണ്ടുപോയി കഴിഞ്ഞാൽ ഹി മൈറ്റ് സ്വൈപ്പ് അവേ, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് കളയും. വേറെ ആർക്ക് റെക്കമെൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യില്ല. പിന്നെ എന്തെങ്കിലും നല്ലത് കണ്ടാൽ നല്ലതാന്ന് പറയാൻ മലയാളികളുടെ മടി അതത്ര ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ഓൾസോ ബീയിങ് ജഡ്ജ്മെൻറ്റൽ, അത് അടുത്ത അസുഖമാണ് മനുഷ്യരുടെ. ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുമ്പോഴും പലരും ജഡ്ജ് ചെയ്തേക്കാം എന്നുള്ളൊരു ഐഡിയ എനിക്ക് നല്ലോണം ഉണ്ട്. ബിക്കോസ് ഐ കം ഫ്രം എ പ്ലേസ് ഓഫ് ലോട്ട് ഓഫ് ജഡ്ജ്മെൻറ്റ്. എൻ്റെ വീട്ടിലാണെങ്കിലും ഇവിടെ ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സിൽ നിന്ന് അത്യാവശ്യം ജഡ്ജിങ് ആണ്. ദേ ഡു എൻജോയ്, ബട്ട് ദ വൺ വേർഡ് ഓഫ് അപ്രിസിയേഷൻ അല്ലെങ്കിൽ കോണ്ടസെൻഡിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ജഡ്ജ്മെൻറ്റ്സ്, ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കണ്ട് ജഡ്ജ് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, നോൺ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, അവരോടൊക്കെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളൂ. ഡു യു ഈവൻ ഹാവ് വൺ ഹോബി ദാറ്റ് മേക്സ് യു ഹാപ്പി? നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റാറുണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ബാക്കി ഒരാൾ, അല്ലെങ്കിൽ ബാക്കി ഉള്ളവർ അവരുടെ സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ യു ഷുഡ് നോട്ട് ബി ജഡ്ജിങ് ദം. ആൻഡ് സന്തോഷം തരുന്ന കാര്യം എന്ന് ഞാൻ എല്ലാവരുടെയും കാര്യത്തിൽ കണ്ടന്റ് ക്രിയേഷൻ ആയിരിക്കണം എന്നല്ല പറയുന്നത്. ഓരോരുത്തർക്കും ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തരുടെ ഹോബീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എന്നെ കൺസിഡർ ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഇതുപോലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, റീൽസ് എടുക്കാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ പടം വരയ്ക്കാൻ, ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യാൻ, ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഹോബിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിനൊക്കെ ഞാൻ ടൈം കണ്ടെത്താറുമുണ്ട്. അപ്പോൾ ചിലർ പറയും, ഞങ്ങൾക്ക് ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ 9 to 5 കഴിഞ്ഞിട്ട് ഇതൊന്നും ചെയ്യാൻ സമയമില്ല. ഗൈസ്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും അതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഒക്കെ ഇതുപോലത്തെ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ആൻഡ് ഈവൻ ബിഫോർ യൂട്യൂബ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാറുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇങ്ങനത്തെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, അങ്ങനത്തെ ഇതൊക്കെ. അപ്പോൾ അങ്ങനത്തെ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നോബഡി ഷുഡ് ബി ജഡ്ജിങ്. അതുപോലെ തന്നെ വേറൊരാൾ അവർക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വി ഷുഡൻ ബി ജഡ്ജിങ്. നിങ്ങൾക്കൊരു ഹോബി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹോബി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന ഒരാളെ നോക്കിയിട്ട് ബിഹൈൻഡ് ദ ബാക്ക് ജഡ്ജ് ചെയ്യാൻ പോകരുത്. അപ്പം ഞാൻ ഈ അടുത്ത് ഒരു റീൽസ് കണ്ടു. ചില ആൾക്കാരിടുന്ന ഡ്രസ്സ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇസ്ന്റ് ഇറ്റ് അൺകൂൾ,
പക്ഷെ അവരത് ഇടുന്നത് അവർ കംഫർട്ടബിൾ ആയിട്ടാണ്, അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടാണ്. ഈവൻ ഞാനാണെങ്കിലും പെർഫെക്റ്റ് ഒന്നല്ല, ഞാൻ ഒരുപാട് പേരെ ജഡ്ജ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു റീൽ എന്നെ നല്ലോണം സ്ട്രൈക്ക് ചെയ്തായിരുന്നു. എന്താണ്, ചില ആൾക്കാർക്ക് ചില മ്യൂസിക്, ചില ടൈപ്പ് ഓഫ് മ്യൂസിക് ഇഷ്ടമാണ്, ചില കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. ദേ വിൽ ബി റീഡിങ് ദ വേഴ്സ്റ്റ് ബുക്സ് അക്കോർഡിംഗ് ടു യു അതൊരു വേഴ്സ്റ്റ് ബുക്കായിരിക്കാം, പക്ഷെ ആ ആൾക്ക് ആ ബുക്ക് വായിക്കുമ്പോഴായിരിക്കും കംഫർട്ട്. അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഒരാളത് ചെയ്യണത് ചിലപ്പോൾ ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കണം എന്നില്ല. എന്തെങ്കിലും ഒരു സ്ട്രഗിളിൽ നിന്ന് അല്ലെങ്കിൽ സ്ട്രെസ്സിൽ നിന്ന് അറ്റൻഷൻ തിരിച്ചു വിടാനും അങ്ങനെയൊക്കെ സർവൈവ് ചെയ്യാൻ കൂടിയാണ് ഈ സൈഡ് ഹസിൽ പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആൻഡ് അതുപോലെയൊക്കെ തന്നെയാണ് എനിക്കും. ഞാനൊരു മെയിൻ ബിസിനസ് ആക്കിയിട്ടില്ല കോണ്ടന്റ് ക്രിയേഷൻ. അങ്ങനെ ആക്കണമെങ്കിൽ വല്ല പേളി മാണിയായിട്ട് ജനിക്കണമായിരുന്നു. അപ്പോൾ ഒരാളുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു സൈഡ് വഴിയായിരിക്കും. എല്ലാവർക്കും തെറാപ്പിക്ക് പോകാൻ പറ്റുമോ? സോ സം ലിറ്റിൽ തിങ്സ് ആർ ലൈക്ക് തെറാപ്പി ടു സം പീപ്പിൾ. അപ്പോൾ ലെറ്റ് ദം ഡു ദാറ്റ്. ബി കൈൻഡ് ടു ദം. ഓവർ ജഡ്ജ്മെൻ്റൽ ആവാതിരിക്കുക. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സംഭവം ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഗെറ്റ് ദെയർ. പക്ഷേ എൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇതുവരെ ഞാൻ ചെയ്തത് അതിനുവേണ്ടി മാത്രം എന്ന് പറയാൻ പറ്റില്ല. ഐ എൻജോയ് ഡൂയിങ് ദാറ്റ്. യൂട്യൂബിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ വേറൊരു റീസൺ, അങ്ങനെ ഓപ്പൺലി വിസിബിൾ അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു, ഞാൻ ഈ കൾച്ചറൽ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. ആൻഡ് ഐ ലൈക്ക് ഡാൻസിങ്, ഐ ലൈക്ക് ടു ബി പാർട്ട് ഓഫ് സ്കിറ്റ്സ് ആൻഡ് ഓൾ. പക്ഷെ സ്കൂളിൽ വെച്ച് നമുക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒട്ടും കിട്ടിയിട്ടില്ല, ഭയങ്കര കുറവായിരുന്നു. അതായത് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഓരോ പ്രോഗ്രാം വരുമ്പോഴും ടീച്ചേഴ്സ് എടുത്തുകൊണ്ടിരുന്ന സെയിം കുട്ടികളെ തന്നെയാണ് പിന്നെയും കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് പരിപാടിക്കാണെങ്കിലും. അപ്പോൾ എന്നെപ്പോലത്തെ കുറച്ച് ആൾക്കാർ, ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ആൾക്കാർ ലെഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ട്. അതിലൊരാളാണ് ഞാനും. അപ്പോൾ അന്നൊന്നും പോയി ചാൻസ് ചോദിക്കാനൊന്നും ഉള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഓരോ പരിപാടികളിൽ പോകണമെന്ന്. അപ്പോൾ ഞങ്ങളെയൊക്കെ മാറ്റി നിർത്തിയ ഒരു സ്കൂളായിരുന്നു എൻ്റെത്. അപ്പോൾ അവിടെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടില്ല. അതുപോലെ കോളേജിലെത്തിയപ്പോഴും അതൊരു പന്ന കോളേജായിരുന്നു. ആകെ 4 വർഷം ഉണ്ടായിരുന്നു, ഒരു 4-5 ഡാൻസ് കൂടിപ്പോയാൽ കളിച്ചിട്ടുണ്ടാവും. അങ്ങനെ. അപ്പോൾ എവിടെയൊക്കെയോ ഐ വാസ് ലെഫ്റ്റ് ബിഹൈൻഡ്, ഐ വാസ് നോട്ട് ചോസൺ. അപ്പോൾ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് ആർക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യണ്ട എന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ വേണമെങ്കിൽ എനിക്ക് ഡാൻസ് കളിക്കാം, 10 പേരെ കാണിക്കാം, എനിക്ക് സ്കിറ്റ് ഇടാം. സോ പലതും ഉണ്ടല്ലോ നമ്മുടെ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ അണ്ടർലൈൻ കോസസ് എന്ന് പറയുമ്പോൾ. ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും എൻ്റെ ഇതിൽ അത് തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് പറയാനായിട്ട് മേജറായിട്ട് ഇത്രയേ ഉള്ളൂ. ഗിവ് അവയുടെ ഒക്കെ കാര്യങ്ങളൊന്നും സംസാരിക്കണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എന്നോട് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇഫ് യു ആർ വാച്ചിങ് ദിസ് വിത്തൗട്ട് ലെറ്റിംഗ് മീ നോ ഇൻ കോമെൻറ്റ്സ് ഓർ ആസ് മെസ്സേജസ്, നിങ്ങൾ കണ്ടോളൂ. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു കം ആൻഡ് ടോക്ക് ടു മീ. നല്ല കാര്യം തന്നെ പറയണമെന്നില്ല. ഇഫ് യു ഫൈൻഡ് സംതിങ് നോട്ട് ഗുഡ് ഇൻ മൈ വീഡിയോസ്, അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.